ഹലോ ഫ്രണ്ട്സ്, ഫ്ലോറൽ ഫ്ലവേഴ്സ് ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് നമ്മുടെ റോസാ ചെടികൾ എപ്പോഴും നിറയെ പൂക്കളുമായി നിൽക്കുന്നത്. എന്നാൽ പലപ്പോഴും ചെടി വാങ്ങി കുറച്ചു കഴിയുമ്പോൾ വളർച്ച മുരടിക്കുന്നത് കാണാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ശരിയായ രീതിയിലുള്ള റീപോട്ടിംഗ് ഇല്ലാത്തതാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് റോസാ ചെടി എങ്ങനെ മാറ്റി നടാം എന്നാണ്. ചെടി മാറ്റി നടുന്നതിന് ആദ്യം വേണ്ടത് ഒരു നല്ല പോട്ടിംഗ് മിശ്രിതമാണ്. പുതിയ ചട്ടിയിൽ ഡ്രെയിനേജ് ഹോൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം അടിയിൽ കുറച്ച് കല്ലുകൾ ഇട്ട് കൊടുക്കാം. മുകളിലായി അല്പം ഉണങ്ങിയ കരിയിലകൾ ഇടാം. ഇത് മണ്ണ് കട്ട പിടിക്കുന്നത് കുറയ്ക്കും. ശേഷം ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിരിക്കുന്നത് ചട്ടിയിൽ നിറച്ചു കൊടുക്കാം. ഇതിനു മുകളിലായി കുറച്ച് എല്ലുപൊടി അപ്ലൈ ചെയ്യാം. ഇത് ചെടികളുടെ വേരിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്. പഴയ ചട്ടിയിൽ നിന്ന് ചെടി മാറ്റുമ്പോൾ വേരുകൾക്ക് കേടുപാട് സംഭവിക്കാതെ നോക്കണം. ചട്ടിയുടെ വശങ്ങളിൽ തട്ടി സാവധാനം വേർപെടുത്തുക. അധികമുള്ള മണ്ണ് മാറ്റി വേരുകളൊന്ന് പ്രൂൺ ചെയ്യുന്നത് പുതിയ വേരുകൾ വളരാൻ സഹായിക്കും. ശേഷം അല്പം മണ്ണോടുകൂടി റോസാ ചെടി മധ്യഭാഗത്തായി വെച്ചു കൊടുക്കാം. അതിനു മുകളിലായി ബാക്കി വെച്ചിരിക്കുന്ന മണ്ണ് നിറയ്ക്കുക. മണ്ണ് അധികം അമർത്തരുത്. ചട്ടിയിൽ എപ്പോഴും ചെടികൾ നടുമ്പോൾ മണ്ണിന് മുകളിൽ 2-3 ഇഞ്ച് സ്ഥലം ബാക്കിയിടണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലൂടെ ചെടികൾക്ക് നൽകുന്ന വെള്ളം സാവധാനം മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഇതുവഴി വേരുകൾക്ക് ആവശ്യമായ നനവ് ഉറപ്പാക്കുന്നു. കൂടാതെ റോസ് ചെടികൾ പോലുള്ള ചെടികൾക്ക് ഇടയ്ക്കിടെ മണ്ണിളക്കി പുതിയ വളം ചേർക്കാനും ഇതിലൂടെ സഹായിക്കുന്നു. മാറ്റി നട്ട ഉടനെ നന്നായി നനച്ചു കൊടുക്കണം. കുറഞ്ഞത് ഒരാഴ്ചത്തേക്ക് ചെടി നേരിട്ട് വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വയ്ക്കുക. പുതിയ തളിർപ്പുകൾ വന്നു തുടങ്ങുമ്പോൾ പതുക്കെ വെയിൽ കിട്ടുന്നിടത്തേക്ക് മാറ്റാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ റോസ് ചെടികൾ ഒന്ന് മാറ്റി നട്ടു നോക്കൂ. മാറ്റം ഉറപ്പായും ഉണ്ടാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.